ഹായ് ആരൊക്കെ ഉണ്ട് വെണ്ടക്ക വാട്ടിയിട്ട് സാമ്പാർ വെക്കണത് കാണാൻ അപ്പം പോരെ ദേ വേഗം കണ്ടോട്ടാ. ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് പരിപ്പെടുത്ത് നന്നായി കഴുകി കുറച്ചധികം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കാട്ടാ. ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം അതങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പിടി വെണ്ടക്കായ എടുത്തിട്ട് ഒരു 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും അങ്ങോട്ട് മാറ്റി വെക്കാട്ടാ. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ വെണ്ടക്കായ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാട്ടാ. കരിഞ്ഞു പോവരുത്, നന്നായി വാടി വന്നാൽ മതിട്ടാ. സ്ലോ മോഷനിൽ ചട്ടക എടുത്തിട്ട് വരാട്ടാ. അതെന്തിനാ, വെറുതെ ഒരു പട്ടി ഷോ. പരിപ്പ് വേവാൻ കുക്കറിലിരിക്കുന്നുണ്ട്, വെണ്ടക്കായ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും ആകുമ്പോഴത്തേനും നമുക്ക് 2-3 ഐറ്റംസ് കൂടി എടുത്ത് വെക്കാട്ടാ. 2 പച്ചമുളക് നടുകെ കീറിയിട്ട് അതും മാറ്റി വെക്കാം. ഒരു തക്കാളി ചതുര കഷ്ണമായിട്ട് മുറിച്ച് വെക്കാം. കുറച്ച് പുളി എടുത്ത് വെക്കാട്ടാ. ഒരു നെല്ലിക്ക വലിപ്പൊന്നും വേണ്ട, ലേശം മതിട്ടാ. ഇതാ ഇതിൽ കണ്ടത്രേട്ടാ. അപ്പോൾ വെണ്ടക്ക നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടാ. ഇത്രയും മതി. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. പരിപ്പൊരു വിസിലടിച്ചിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടാ. ഇനി അതിൻ്റെ അവസ്ഥ എന്തായി എന്നുള്ളതൊന്ന് തുറന്ന് നോക്കി വെക്കാം. എത്ര പോരം വെന്തിട്ടുണ്ടെന്ന്. ദേ പാകത്തിന് വെന്തിട്ടിരിക്കുന്നുണ്ട്. ഇനി വാട്ടി വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും പുളിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു വിസിലും കൂടി അടിച്ചെടുക്കാട്ടാ. അപ്പോൾ കുക്കർ അവിടെ വിസിൽ വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് വെണ്ടക്കായ വാട്ടിയ പാൻ ഒന്നുകൂടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് തീ നന്നായി കുറച്ചിട്ടതിൻ്റെ ശേഷം മാത്രം സാമ്പാർ പൊടി ഇടാട്ടാ. ഒരു വലിയ ടീസ്പൂൺ നിറച്ചാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ കൂട്ടിയും കുറച്ചൊക്കെ ഇടാട്ടാ. അങ്ങനെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത പരിപ്പും വെണ്ടക്കായും കൂടിയിട്ട് മൂപ്പിച്ച് വെച്ച സാമ്പാർ പൊടി കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടാ. കുറച്ച് വെള്ളത്തോടുക്കനെ ആയിക്കോട്ടെ, കാരണം കറി ചൂടാറി കഴിഞ്ഞാൽ എന്തായാലും തിക്കാവൂട്ടാ. അപ്പോൾ നല്ല തിക്കിലെടുത്ത് കഴിഞ്ഞാൽ ചൂടാറി കഴിയുമ്പോൾ പാകത്തിന് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കട്ടി മാത്രം മതിയിട്ടാ. ചൂടാറുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയുള്ള പണി. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. വേറെ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല. സാമ്പാർ കഷ്ണങ്ങളില്ല എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ വെക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പരിപ്പും കുറച്ച് വെണ്ടക്കായ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, വേറെ രൂപമായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.